കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായ ചിന്നക്കനാലിൽ മനുഷ്യ വന്യമൃഗ സംഘർഷം ലഘൂകരിക്കുവാൻ പദ്ധതി പ്രഖ്യാപിച്ചു വനംവകുപ്പ്. ആദ്യഘട്ടത്തിൽ ജനവാസ മേഖലകളിൽ തൂക്ക് വൈദ്യുതി വേലികൾ നിർമ്മിക്കും. ഇതേസമയം ഫെൻസിംഗ് സ്ഥാപിച്ചാലും ശാശ്വത പരിഹാരം. ഇടുക്കി ജില്ലയിൽ കാട്ടാന രൂക്ഷമായ പ്രദേശങ്ങളിലൊന്നാണ് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത്. 2003 ആദിവാസി പുനരധിവാസ പദ്ധതി നടപ്പാക്കിയതു മുതൽ രൂക്ഷമായ വന്യജീവി ആക്രമണങ്ങളിൽ നാളിതുവരെ 47 പേർ കൊല്ലപ്പെട്ടു. നിരവധി വീടുകളും ഹെക്ടർ കണക്കിന് കൃഷിഭൂമിയും കാട്ടാൻ നശിപ്പിച്ചു. ദിനംപ്രതി മനുഷ്യ വന്യമൃഗ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് വന്യമൃഗശല്യം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ വനംവകുപ്പ് വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ദേവികുളം റേഞ്ചിന് കീഴിൽ രൂപീകരിച്ചിട്ടുള്ള ജനജാഗ്രതാ സമിതി യോഗം ചേരുകയും വനംവകുപ്പ് നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ നിർദ്ദേശിക്കുകയും ചെയ്തു. കാട്ടാനശല്യം രൂക്ഷമായ ജനവാസ മേഖലകളായ പന്തടിക്കളം, ബിയോൾറാം, സിംഗുകണ്ടം തുടങ്ങിയ മേഖലകളിൽ തൂക്കുവൈദ്യുതി വേലികൾ സ്ഥാപിക്കാനാണ് വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. പന്തടിക്കളം മേഖലയിൽ 5ഉം ബിയോൾറാമിൽ 3ഉം സിംഗുകണ്ടത്ത് 8 കിലോമീറ്റർ ദൂരമാണ് ഫെൻസിംഗ് സ്ഥാപിക്കുക. അവരാദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ജനവാസ മേഖല കൂട്ടി കുറച്ച് കൃഷിയോടും കൂടെ കൂട്ടി ഇത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഏരിയ കൂടുതൽ കവർ ചെയ്യുന്ന രീതിയിൽ അവരൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളോട് അടുത്ത ദിവസം വന്ന് അവർ കണ്ട് നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ജനങ്ങൾ ഒരുമിച്ച് ചെയ്യാനാണ് നമ്മുടെ. ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിലൂടെ ശാശ്വത പരിഹാരം കാണുവാൻ സാധിക്കില്ല. താൽക്കാലിക ആശ്വാസം മാത്രമാണ് ലഭിക്കുക. വനമേഖലയിൽ ആവശ്യത്തിന് ഭക്ഷണം ഒരുക്കിയാൽ മാത്രമേ കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയുവാൻ സാധിക്കുള്ളൂ എന്നും പ്രദേശവാസികൾ അഭിപ്രായപ്പെടുന്നു. ആനയ്ക്ക് ഭക്ഷണമില്ലാത്തത് കൊണ്ട് ഇത് നിലവിൽ അവിടെ കമ്പില്ലേലും അകലെ പോയി അത് കമ്പ് കൊണ്ടുവന്ന് വേലി പിടിക്കും. അപ്പോൾ ആനയ്ക്ക് ഭക്ഷണം കൂടെ ഉണ്ടാക്കാനുള്ളൊരു സംവിധാനം ഗവൺമെൻറ് ആലോചിക്കണം. അതുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ അത് ഒതുങ്ങി മാറും. പക്ഷെ ഇത് തൽക്കാലം ഒരു ആശ്വാസം ആകുമെന്നുള്ളതാണ് നമ്മൾക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ജനജാഗ്രതാ സമിതി നിർദ്ദേശിക്കുന്ന മേഖലകളിലായിരിക്കും വനംവകുപ്പ് ഫെൻസിംഗ് നിർമ്മിക്കുക. ഇതിനായുള്ള ആദ്യ യോഗം ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന് സമിതി അന്തിമ തീരുമാനം എടുത്തതിനു ശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.